ഇതിനിടെ നമുക്കറിയാം സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ഒരു രാജ്യം എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെതിരെ അതിശക്തമായ വിമർശനവുമായി ഇസ്രായേൽ രംഗത്ത് വന്നത് നിർണായകമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമെന്നാണ് ഇസ്രായേൽ പാകിസ്ഥാനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്തെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നും ഇസ്രായേൽ പറയുന്നത് ഈ ചർച്ചയുടെ ഗതി മാറ്റാൻ പോലും തരത്തിൽ ഉള്ള ഒരു സംഗതിയായി മാറുകയാണ്. കേവലം ഒരു ഇടനിലക്കാരനായി മാത്രമേ പാകിസ്ഥാനെ ഞങ്ങളും അമേരിക്കയും കാണുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. നമുക്കറിയാം ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടക്കാതിരിക്കുകയാണ്. ഇതിൽ US-ഉം ഇസ്രായേലും അടക്കം പങ്കെടുക്കുന്നുണ്ട്. ഇറാന്റെ പ്രതിനിധികളും ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ഇതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ഈ വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന വരുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂവൻ അസറാണ് ഈ പ്രസ്താവന വരുന്നത്. ഞങ്ങളിപ്പോഴും സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അമേരിക്കയാണ് ആശ്രയിക്കുന്നത് എന്നും പാകിസ്ഥാനെ ഒട്ടും വിശ്വാസമില്ല എന്നും പറയുന്നത് ഈ ചർച്ചയുടെ ഗതി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, ഇന്നിപ്പോൾ ഇസ്ലാമാബാദിൽ നേരിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിൻ്റെ ഈ പ്രസ്താവന. രഞ്ജിത്ത്, നമുക്ക് ഇക്കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും അമേരിക്കയുടെ ഒരു മധ്യസ്ഥനാണ് പാകിസ്ഥാൻ ആദ്യം മുതൽ തന്നെ. ഇപ്പോൾ മുൻപ് നടന്നിട്ടുള്ള അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള സംഘർഷങ്ങളാണെങ്കിലും നയതന്ത്ര നീക്കങ്ങളാണെങ്കിലും എല്ലാത്തിനും ഇപ്പോൾ അത് ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് എല്ലാത്തിനും മധ്യസ്ഥത വഹിച്ചിരുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ അമേരിക്ക ഇത്തരത്തിൽ ഈ ചർച്ചകൾക്കുള്ള ഒരു ടൂളായിട്ട് ആദ്യം മുതൽ തന്നെ കണക്കാക്കി വന്നിരുന്നു. എന്നാൽ ഇസ്രയേൽ പാകിസ്ഥാനെ ഒരു കാര്യത്തിലും, അതായത് ഇസ്രയേലുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരു പ്രശ്നങ്ങളും സഹകരിപ്പിക്കാതിരിക്കാനാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗാസയിലേക്ക് അമേരിക്ക ക്ഷണിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഫോഴ്സിൽ പാകിസ്ഥാനിൽ നിന്നുള്ള അംഗങ്ങളും ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ സേനയും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ഇസ്രായേൽ കടുത്ത അതൃപ്തി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾക്കുള്ള പീസ് ബോർഡ്, അതിനു വേണ്ടിയിട്ടും പാകിസ്ഥാനുള്ള അംഗങ്ങളെ അമേരിക്ക ക്ഷണിച്ച സാഹചര്യത്തിൽ ഇസ്രായേൽ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഇതിലെല്ലാം ഇസ്രായേലിന്റെ ഒരു ഭയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പാകിസ്ഥാന്റെ അടുത്ത ബന്ധം, അതായത് ഈ ഹമാസുമായിട്ടുള്ള ബന്ധം, അതുപോലെ ലഷ്കർ-ഇ-തൊയ്ബ പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ഇസ്രായേൽ ഭയപ്പെടുന്നു. ഇപ്പോൾ ഹമാസിനെ ഇസ്രായേൽ തീവ്രവാദ സംഘടനയായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്, അമേരിക്കയും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ പാകിസ്ഥാനുള്ള നല്ല ബന്ധം അത് ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമായതിനാൽ തന്നെ ഈ ഗാസ വിഷയത്തിൽ ഉൾപ്പെടെ തങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള, അതായത് ഇസ്രായേലിന് എതിരാകുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമോ എന്നും അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പല വിഷയത്തിലും അമേരിക്കയും പാകിസ്ഥാനും നല്ല ബന്ധം പുലർത്തുന്നതിനാൽ തന്നെ അമേരിക്ക പാകിസ്ഥാനെ ഒരു മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടാളിയായിട്ട് കൊണ്ടുവരുമ്പോഴൊക്കെ ഇസ്രായേൽ അതിനെ പരമാവധി എതിർക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ വെടിനിർത്തൽ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് മേഖലയിലെ സാഹചര്യം സമാധാനപരമാക്കി അതുപോലെ ചരക്ക് നീക്കം ഉൾപ്പെടെ സുഗമമാക്കുന്നതിനാണ് ഇസ്രായേൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇടനിലക്കാരൻ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇസ്രായേൽ പാകിസ്ഥാനെ കാണുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ അവരുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു സൗഹൃദം അതൊന്നും തന്നെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ അംബാസഡറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രതികരണവും. തീർച്ചയായും ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു വെടിനിർത്തൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. അതിൽ ഇടനിലക്കാരായത് പാകിസ്ഥാനാണ്. ലോകം ഉറ്റുനോക്കിയത് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലേക്കായിരുന്നു. എന്നാൽ ഇത് വെറുമൊരു നയതന്ത്ര വിജയം എന്നതിനേക്കാൾ പാകിസ്ഥാന്റെ നിലനിൽപ്പിനായുള്ള ഒരു നിർബന്ധിത നീക്കമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, സാമ്പത്തിക തകർച്ചയുണ്ട്, ആഭ്യന്തര സംഘർഷങ്ങളുണ്ട്, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണിയുണ്ട്. ഇതിൽ നിന്നൊക്കെ അമേരിക്കയുടെ വലിയ പിന്തുണയാണ് ആ രാജ്യത്തെ നിലനിർത്തി പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തികമായി വലിയ സഹായം US പാകിസ്ഥാൻ നൽകുന്നുണ്ട്. അതിന് വളരെ കൃത്യമായി US അവരെ ഉപയോഗിക്കുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പാകിസ്ഥാൻ മധ്യസ്ഥനായി നിൽക്കുകയായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും കരസേനാ മേധാവി ജനറൽ അസിം മുനീറിനും മറ്റൊരു വഴിയില്ലായിരുന്നു ഈ വിഷയത്തിൽ ഇടപെടാതെ. ഇസ്രായേലിന്റെ അതൃപ്തി തുടർച്ചയായി ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനെ ഭീകര രാജ്യമെന്ന് പോലും ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടായിട്ടും എന്തുകൊണ്ട് മധ്യസ്ഥ ചർച്ചകൾക്ക് പാകിസ്ഥാൻ ഇറങ്ങി എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി തന്നെ ഉത്തരമുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഈ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തിപ്പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നേരിട്ട് ഇത് പറയാനും വയ്യ. അപ്പോൾ എന്ത് ചെയ്തു? പാകിസ്ഥാനെ ഒരു പാലമായി വളരെ കൃത്യമായി അവർ ഉപയോഗിച്ചു. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ മേലും സൈനിക മേധാവിയുടെ മേലും കനത്ത സമ്മർദ്ദം ട്രംപ് ചെലുത്തുകയും തുടർന്ന്
ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമെന്ന നിലയിൽ ഇറാൻ ഒരുപക്ഷെ ഇവരുടെ നിലപാടുകളൊക്കെ അംഗീകരിച്ചേക്കാം എന്ന വിശ്വാസത്തിന്റെ പുറത്തുകൂടിയാണ് ട്രംപ് പാകിസ്ഥാനെ ഉപയോഗിച്ചത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ട്രംപിന്റെ പ്രതിനിധിയായി JD വാൻസ്, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി എന്നിവരുമായി പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീർ ചർച്ചകൾ നടത്തുകയും അതിനെ തുടർന്ന് പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രത അടക്കം ഉറപ്പുവരുത്താം എന്നുള്ള ഉറപ്പ് അമേരിക്ക നൽകുകയും മറ്റും ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനത്തിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് അമേരിക്കയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക, ഒപ്പം തങ്ങൾ ഈ യുദ്ധം നിർത്തിച്ചു എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ വന്നാൽ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞ് തങ്ങൾക്ക് ഒരു ജീവശ്വാസം വരുത്തിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇസ്രായേലിന് പാകിസ്ഥാനിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സമാധാന ചർച്ചകൾ ഇന്നിപ്പോൾ ഇസ്ലാമാബാദിൽ ആരംഭിക്കാതിരിക്കുന്ന ചർച്ചകളുടെ ഫലം എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. അമേരിക്ക അതിര് കടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് മാർപ്പാപ്പയെ പോലും ഇപ്പോൾ അമേരിക്ക ഭീഷണിപ്പെടുത്തുകയാണ്. ലിയോ 14 മാർപ്പാപ്പ ഇതിനെ തുടർന്ന് അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി എന്ന വിവരങ്ങൾ കൂടി മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. അതായത് പെന്റഗൺ പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാർപ്പാപ്പ ചെയ്തൊരു സന്ദേശം അത് അമേരിക്കയ്ക്കെതിരാണ്. അമേരിക്കയുടെ ഭരണകൂടത്തിനെതിരായുള്ള സന്ദേശം അല്ലെങ്കിൽ വ്യാഖ്യാനമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പെന്റഗൺ പറയുകയാണ്. തുടർന്ന് അമേരിക്കയും വത്തിക്കാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടിയുണ്ട്. വത്തിക്കാന്റെ പ്രതിനിധിയെ പെന്റഗണിലേക്ക് വിളിപ്പിച്ച അമേരിക്കൻ ഉദ്യോഗസ്ഥർ കത്തോലിക്ക സഭ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന കർശന മുന്നറിയിപ്പ് നൽകി എന്നാണ് ഏറ്റവും പുതിയ വിവരമായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാധാനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള മാർപ്പാപ്പയുടെ പ്രസംഗം അമേരിക്കൻ ഭരണകൂടത്തോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് പെന്റഗൺ വിലയിരുത്തുന്നത് എന്നുള്ളത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മാർപ്പാപ്പയെ പോലെ ഒരു ആത്മീയ നേതാവിനെതിരെ എങ്ങനെ അമേരിക്ക ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസികളായ നിരവധി ആളുകൾ അമേരിക്കയിലുണ്ട്. അവർക്കൊക്കെ ട്രംപിനോടുള്ള എതിർപ്പ് കൂട്ടാൻ ഇത് കാരണമാകും എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും മറ്റും വരുന്നുണ്ട്. അത് മാത്രമല്ല, അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ മാർപ്പാപ്പ കൂടിയാണ് ലിയോ 14 എന്ന് മനസ്സിലാക്കണം. ട്രംപ് ഭരണകൂടത്തിൻ്റെ കുടിയേറ്റ നയങ്ങളെയും വിദേശ നയങ്ങളെ നേരത്തെ തന്നെ ഇദ്ദേഹം വിമർശിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. 2026 ജനുവരി 9 വത്തിക്കാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ യുദ്ധം വീണ്ടും ഫാഷനായി മാറിയിരിക്കുന്നു എന്നായിരുന്നു ലിയോ 14 വിമർശനം. ഇത് തനിക്കെതിരെയുള്ള വലിയ ആക്രമണമായി ട്രംപ് കാണുന്നു എന്നുള്ളത് നിർണായകമാണ്. അജയ്, ഈ ട്രംപിന്റെ പിടിവിട്ടോ? ഇപ്പോൾ മാർപ്പാപ്പയ്ക്കെതിരെ പോലും ശത്രുത പുലർത്തുന്ന സമീപനം ട്രംപ് സ്വീകരിക്കുകയാണ്. രഞ്ജിത്ത്, ഇപ്പോൾ മാർപ്പാപ്പ ഇപ്പോൾ കുറച്ച് ദിവസം മുൻപേ ഈ യുദ്ധത്തിനെതിരെ എല്ലാം വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സമാധാന സന്ദേശം കൊടുക്കുന്നതിനിടെ അദ്ദേഹം പലതവണ മാർപ്പാപ്പമാർ ഈ യുദ്ധത്തെ സംബന്ധിച്ചെല്ലാം ഒരു സമാധാന സന്ദേശമാണ് നൽകിയിട്ടുള്ളതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ തവണ ലിയോ 14 അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഈ യുദ്ധം വഴി ശത്രുക്കൾ ഉദ്ദേശിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല, ഈ യുദ്ധം ആരംഭിച്ചു വെച്ചവരുടെ കൈകളിൽ നിലവിൽ ചോരക്കറകളാണ്, അവരുടെ കൂടെ ഒരിക്കലും ദൈവം നിൽക്കില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അതിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഈ വാക്ക്, അതായത് ഈ യുദ്ധം ആരംഭിച്ചു വെച്ചവർ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ലക്ഷ്യമിടുന്നത് ട്രംപിനെയും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഒക്കെയാണ്. അപ്പോൾ ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നതിലായിരിക്കാം അമേരിക്ക ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു കടുത്ത രീതിയിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ലിയോ 14 പ്രതിനിധിയെ വിളിച്ച് പെന്റഗൺ കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ നേരിട്ട് അമേരിക്കയിൽ എത്തണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരെ വിളിച്ച് വരുത്തുകയായിരുന്നു. അപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം ഉൾപ്പെടെ പെന്റഗന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയൊരു ഭീഷണിയായിട്ടാണ് വത്തിക്കാൻ വിലയിരുത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.